Hey dear friends, welcome to our new trip. സ്ട്രാറ്റ്ഫോർഡിന് തൊട്ടടുത്തുള്ള ഒരു സിറ്റിയാണ്, ഒരു ചെറിയൊരു സ്മോൾ ടൗൺ ആണ് മിച്ചർ. അപ്പോൾ അവിടെ കണ്ടൊരു വെറൈറ്റി എയർബിഎൻബി ട്രിപ്പാണിത്. ഇറ്റ്സ് എ സ്കൂൾ ബസ് സ്റ്റേ. സോ സ്കൂൾ ബസ് ട്രിപ്പ് അല്ലേ. നമ്മൾ കോളേജിൽ ഇവിടെ പഠിക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ ആദ്യത്തെ സ്കൂൾ ബസ് എന്ന് പറയുന്നത് പബ്ലിക് ട്രാൻസിറ്റ് ആയിരുന്നു. അതായിരുന്നു എല്ലാവരുടെ ആദ്യത്തെ സ്കൂൾ ബസ്. ഈ സ്കൂൾ ബസ് ചുമ്മാ റോഡിൽ കൂടി പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇതുവരെ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല. ദിസ് ടൈം ഐ ഗോണ സ്റ്റേ എ നൈറ്റ് in this school bus. ഇവിടെ 2 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും നല്ല വിൻഡി ആയതുകൊണ്ട് -16 ഡിഗ്രി സെൽഷ്യസ്. ഭയങ്കര വിൻഡാണ്. ഒരു 36 km/h ഇന്നത്തെ ഒരു ബസ്സിൻ്റെ ഫീൽ ഉണ്ട് കേട്ടോ. ഞാൻ ഓർത്ത് ഇതൊക്കെ അവർ ഓൾമോസ്റ്റ് മാറ്റിയിട്ടായിരിക്കും സ്റ്റേ ചെയ്യുന്നതെന്ന്, പക്ഷേ ഇതൊരു ഫീലുണ്ട്. GMCയുടെ പഴയ സ്കൂൾ ബസ് കേട്ടോ. 251,226 km, 2,51,000 km ഓടിയ വണ്ടിയായത്. പണ്ടത്തെ JVCയുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ നോക്കിയേ, ഒന്നും വർക്കിംഗ് അല്ല. ബട്ട് പണ്ടത്തെ മാനുവൽ സിസ്റ്റം ഒക്കെ കണ്ടോ, അടിപൊളിയല്ലേ. ഫാൻ ഹായ് യെസ്. പിന്നെ ഇതാട്ടോ നമ്മുടെ ശരിക്കും ഒരു ഡോറ്. ഇതാ ഈ ഒരു ലിവറിൽ പിടിച്ച് പുള്ളി ചെയ്താൽ മതി. ഇതാണ് എൻ്റെ സ്കൂൾ ബസ്സിൻ്റെ ഡോർ. ഇവിടെ അവർ ലൈറ്റ് വെച്ചിട്ടുണ്ട്. പുറത്ത് രാത്രി പോകുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് ഇവിടെ ഇനി തൂക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ വേറൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാട്ടോ, ഡബിൾ ടാപ്പ്. ഇതൊരു ടേബിളാണെന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാനായിട്ട്. 2 പേർക്ക് നല്ല ചെയർ നോക്കിയേ, 2 പേർക്ക് നന്നായിട്ട് ഇവിടെ ഇരുന്ന് ഭക്ഷണം. വിൻഡോ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇരുന്ന് പുറത്തെ ട്രീസിൻ്റെ ഒക്കെ ഒരു ഫീല് കിട്ടിയിട്ട് നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് രാത്രി കഴിക്കാം. അടിപൊളിയായിരിക്കും. നമ്മുടെ ടാപ്പ് ഇതെന്തായാലും വർക്കിംഗ് അല്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഇത് മതി, അത്ര നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇതാ ഈ ഏരിയ അവർ സെറ്റ് ചെയ്തേക്കണുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു. പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഈ കോർണർ സെറ്റ് ചെയ്തേക്കണ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു ചെറിയൊരു നമ്മുടെ ട്രീ ഹൗസിലെ പോലത്തെ വുഡ് ഓവൻ ഹീറ്റിംഗ് സിസ്റ്റം. ഇത് ചെറുതാട്ടോ, പട്ടേ അവിടുത്തെ ഇത്രയും കൂടി മീഡിയം സൈസ് ആയിരുന്നു, ഇത് വെരി സ്മോൾ സൈസ്. അപ്പോൾ ഇത് കത്തിക്കാൻ നമുക്കിതിപ്പോൾ ഫുള്ള് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. നമുക്കപ്പോൾ നമ്മുടെ ബെഡ് ഏരിയ ഇപ്പുറത്താണ്. ഇവിടെ നല്ല ഹീറ്റ് കിട്ടണമെങ്കിൽ വുഡ് സ്റ്റവ് തന്നെ വേണം കേട്ടോ. നമുക്ക് കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല വുഡുകൾ. അതായത് ഈ സ്മോൾ വുഡേ മാത്രം നമുക്ക് പുറത്തുനിന്ന് എടുത്തിട്ട് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടാൻ പറ്റില്ല. ചെറിയ ഇതേപോലത്തെ സ്മോൾ പീസസ് ഇതിൻ്റെ അകത്ത് കയറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ സ്മോൾ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്മൾ 3 മെയിൻ ഹീറ്റർ കണ്ടു, ഒരു റെഡ് ഹീറ്റർ കണ്ടു, പിന്നെ ഒരു വുഡ് സ്റ്റവും കൂടി ഉണ്ട്. ഇത് മതി ഇതിൻ്റെ അകത്ത്. -16 ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട് പുറത്ത്. ഇപ്പം ഞാൻ അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് ഇവർ ഹീറ്റ് ഇത്ര നേരം ഇട്ട് വെച്ചതുകൊണ്ട് ടെമ്പറേച്ചർ വി ആർ ഫീലിംഗ് പോവാം. ബട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തണുപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹീറ്ററും കൂടി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടിപൊളിയായിരിക്കും. പിന്നെ ദാ ഇവിടെ നമ്മുടെ കിച്ചൺ കണ്ടിന്യൂ ഒരു മിനി ഫ്രിഡ്ജ്, ഒരു കുഞ്ഞു ഫ്രിഡ്ജ്, ആവശ്യത്തിന് ബിയർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഫ്രിഡ്ജാണ്. പിന്നെ ഇതാ ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കുറച്ച് കുറച്ച് എന്താ പറയുക, വൈൻ ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സുകൾ ഭംഗിക്ക് വേണ്ടി വെച്ചേക്കണമെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ലൈറ്റ് വെച്ചേക്കുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന മറ്റേ പൈപ്പാന്ന് വിചാരിച്ച, വെള്ളം പോകുന്ന പൈപ്പ്. പക്ഷെ അല്ല, ലൈറ്റ് ഇട്ടപ്പോൾ മനസ്സിലായത് ലൈറ്റാണ്. ദ ജേർണി ഈസ് ദ ഡെസ്റ്റിനേഷൻ. എക്സാക്ട്ലി, ജേർണി ഈസ് ദ ഡെസ്റ്റിനേഷൻ ഇൻ അവർ ലൈഫ്. പിന്നെ ഇതെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ആണ് കേട്ടോ. നല്ല 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 ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. ഇതിന് നല്ല ഭംഗി. ഈ ബസ്സിൻ്റെ ഒരു എൻറ്റയർലി വേറൊരു ഏറ്റവും ഫീൽ ചെയ്യുന്നത് ഈ 2 നമ്മൾ ഓരോ അഡീഷണലി നമ്മളിങ്ങനെ കാണുമ്പോൾ ചെറിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും നല്ല ഫീൽ ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ കാഴ്ചയിൽ തന്നെ. ഇവിടെ ഈ ഒരു ലൈറ്റ് നോക്കിയാൽ ഒരു ചെറിയൊരു വുഡ് പീസ്, റിയൽ വുഡ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേളിലൊരു ലൈറ്റ് ഇങ്ങനെ ആഡ് ചെയ്തേക്കണുണ്ടോ, അടിപൊളി. പിന്നെ ആവശ്യം വലിയ ബോൾ, നമ്മുടെ സാലഡ് ബോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഉണ്ടോ, ഇതൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ലൈറ്റായിട്ട് വെള്ളം ചൂടാക്കാനായിട്ട് നമുക്ക് വുഡ് സ്റ്റവിൻ്റെ മേളിൽ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ചൂട് വെള്ളം നമുക്ക് സെറ്റാക്കി എടുക്കാം.
ഇവിടെ ഇരിക്കട്ടെ. ഒരു വുഡിൻ്റെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. ആ ഷെൽഫിൽ ഇവിടെ കുറച്ച് റീഡിങ് ബുക്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മുടെ ഗെയിംസ്, നമ്മുടെ സെയിം ഗെയിം, ട്രീ ഹൗസിലെ സെയിം ഗെയിം. എന്ത് ഗെയിമാണാവോ. ആ ഗെയിം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ് ഏരിയ കേട്ടോ. ബെഡ് ഏരിയ ഈസ് ലുക്കിംഗ് റിയലി നൈസ്. ഓക്കെ ബെഡ്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ വിൻഡോ ഓപ്പൺ ചെയ്ത അപ്പടിയേ വേറെ ട്രാക്ക്. വിൻഡോ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ബെഡ് ഏരിയയുടെ ലുക്ക് ടോട്ടലി മാറി. ബെഡിൽ നിന്ന് നേരെ നോക്കുമ്പോഴത്തേക്ക് ലേക്കും പിന്നെ ഈ പച്ചപ്പും. ഫീൽ ഗുഡ്, റിയലി ഫീൽ ഗുഡ്. ഇതൊക്കെ നമ്മുടെ ഏരിയ കേട്ടോ, നമ്മുടെ ഏരിയ ആണ്. ഈ ലാൻഡ് മുഴുവനും അവിടെ വരെ നമ്മുടെ ഏരിയ ആണ്. പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ഈ ഏരിയ ഒക്കെ നോക്കിയേ. അപ്പോൾ അതാണ് നമ്മുടെ ടോട്ടൽ സ്കൂൾ ബസ് ക്യാമ്പസ് സ്റ്റേ. ഓക്കെ, പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ കിച്ചൺ ഏരിയയിലേക്ക് പോകാം. നല്ല തണുപ്പ്. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് ഗോ. സോ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ കിച്ചൺ. കമോൺ, നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നല്ലൊരു ഹാമോക്കല്ല, നല്ലൊരു ഊഞ്ഞാലുണ്ട് ഇവിടെ. ചുമ്മാ ഇരിക്കാൻ കൊള്ളാം. അപ്പോൾ അവിടെയാണ് നമ്മുടെ ബസ്. അവിടെ നിന്ന് കുറച്ച് ഇത്രയും ഇവിടം വരെ നമുക്ക് നടക്കാനുണ്ട് നമ്മുടെ കിച്ചണിലേക്ക്. എന്താ പറയുക, ഒരു പ്രൊപ്പൈൻ സ്റ്റൗ ആട്ടോ. എന്താ ഇവിടെ പ്രൊപ്പൈൻ വെച്ചിട്ടുണ്ട്. കയാക്ക് ആൻഡ് പാഡ്ലിങ് അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് ഇത്രയും തണുപ്പായതുകൊണ്ടേ ഞാനിങ്ങനെ പാഡ്ലിങ് ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ചെറിയൊരു കയാക്ക് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നിറച്ച് വെള്ളമാണ്. ഇതൊരു വുഡൻ ഊഞ്ഞാല്. ഇപ്പം സ്നോയിങ് ആയിട്ടാ, അത്യാവശ്യം സ്നോയിങ്ങും ആയി. എനിക്ക് തോന്നുന്നു അകത്ത് കുറേ ബുക്സൊക്കെ വെച്ചിട്ടില്ലേ. റീഡിങ് ഹാബിറ്റ്സ് ഉള്ളവർക്ക് നല്ലൊരു വൈബാട്ടോ ഇത്. ബുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ ഇരുന്ന് എത്ര നേരം വേണം. ഇപ്പം സ്നോയിങ് ആയി, കറക്റ്റ് ടൈം, സ്നോയിങ്ങിൻ്റെ ടൈം. ഇനി ഒരു നെക്സ്റ്റ് ഹാഫ് ആൻ അവറിലേക്ക് അപ് ടു 1 അവറിലേക്ക് സ്നോ ഫ്ലവറീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിയേ, അടിപൊളി വൈബ്. സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ, നൈസ്. നമ്മളെവിടെയൊക്കെ നമ്മൾ ചെല്ലുന്ന അവിടെയൊക്കെ സ്നോയാണ്. സ്നോ കിട്ടിയപ്പോഴത്തേക്കൊരു പ്രത്യേക ഫീൽ ഉണ്ട് കേട്ടോ, നല്ലൊരു ഭംഗിയുണ്ട്. പിന്നെ നമ്മുടെ ഫയർ പിറ്റ് ഏരിയ നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ പിറ്റ്. കത്തിച്ചെടുക്കാൻ റെഡിയാക്കി എടുക്കാം നമുക്ക് ഇവിടെ. ഓക്കെ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് 2 ചെയർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബെഞ്ച് ഇവിടെ കിടപ്പുണ്ട്. നമുക്കതൊന്ന് ഇത്തിരി ഭംഗിയാക്കി ഇടാം, എന്നാലും നമ്മുടെ വർക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെ ഒരു ബാർബിക്യൂ ഉണ്ട് കേട്ടോ, നമുക്ക് സെറ്റാക്കി എടുക്കാം ഇത്. ഈ ബാർബിക്യൂൻ്റെ മറ്റേ ടോങ്ങൊക്കെയാണ് നമ്മൾ നേരത്തെ അകത്ത് കണ്ടത്, അതൊക്കെ എടുത്തെടുക്കാം. പിന്നെ ഇവിടെ കുറച്ച് വുഡും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ.
നമുക്ക് ആവശ്യം നമുക്ക് ഫയർ പിറ്റ് ഇട്ടിരിക്കാൻ നേരത്തെ ഈവനിങ്ങിൽ നമുക്ക് രാത്രി ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് അവർ നമുക്ക് ആവശ്യത്തിന് വേണ്ടി തണുപ്പായതുകൊണ്ടേ ശരിയാ സ്ലിപ്പായി പോണ്. നമുക്ക് ആവശ്യത്തിന് വേണ്ട വുഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടതാ. ഇവിടെ ചെറിയ വുഡും വലിയ വുഡൊക്കെ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് രാത്രി ഫയർ പൊളിക്കും നമ്മൾ. ഇത് നോക്കിയേ, അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ സ്കൂൾ ബസ് ക്യാമ്പർ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ദ ഫ്രീ ടു വാൻഡർബസ്, അതാണ് ഈ ബസ്സിൻ്റെ പേര്. ദ ഫ്രീ ടു വാൻഡർബസ്. എങ്ങനെയുണ്ട്? പൊളിപ്പേരല്ലേ? അങ്ങനെ നമ്മുടെ സ്കൂൾ ബസ്സും ഒരു കുറച്ച് തൊട്ടടുത്ത് തന്നെയായിട്ട് ഒഴുകുന്ന നല്ലൊരു റിവറും ഔട്ട്സൈഡ് കിച്ചൺ, പിന്നെ ഈ ഹോൾ ലാൻഡ്, ഈ ഏരിയ മുഴുവൻ നമുക്ക്. ആകെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തണുപ്പായിപ്പോയി, വിൻഡിയായിപ്പോയി. ഇല്ലായിരുന്നെങ്കിൽ കുറേ കൂടി നമ്മൾ ബെറ്ററാക്കിയേക്കനെ. പിന്നെ ഇവരുടെ ഹോട്ട് ടബ്, അതായത് ഐ തിങ്ക് നവംബർ തൊട്ട് മാർച്ച് വരെ ഇവർക്ക് ഹോട്ട് ടബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ ഏരിയയിലല്ല, കുറച്ച് ഔട്ട് ഹൗസ് ആ ഒരു ഏരിയയിലേക്ക് കുറച്ച് ഒരു 70 മീറ്ററോളം വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടാവണം വരെ ഹോട്ട് ടബ് അടിപൊളിയായിരിക്കും. നമ്മൾ ഹൈലൈറ്റ്സ് നമ്മൾ മിസ് ചെയ്യാറില്ല, നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ സ്നോ അത്യാവശ്യം നിന്നു കേട്ടോ. കറക്റ്റ് ടൈമിലാണെന്ന് തോന്നുന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് വന്നത്. സ്നോയിൻ്റെ ടൈമിലാണെന്ന് എനിക്ക് തോന്നണത്. അടിപൊളി. ഇവിടെ വാടാ. പോയി മച്ചാൻ പോയി. അടിപൊളിയല്ലേ ടോട്ടൽ? എങ്ങനെയുണ്ട് വൈബ്? സെറ്റ് വൈബല്ലേ? വാ അടിപൊളി. കുറച്ച് മാനൊക്കെ വന്നിരുന്നെങ്കിൽ, കുറച്ച് അല്ലെങ്കിൽ നമ്മുടെ വൈൽഡ് ലൈഫ് ഇതൊക്കെ വന്നിരുന്നെങ്കിൽ. 1-2 റിവ്യൂസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ റിവ്യൂസ് നോക്കിയപ്പോൾ ഞാൻ കണ്ടായിരുന്നു വൈൽഡ് ലൈഫ് അടിപൊളിയാണ്, മാനിനെയൊക്കെ കണ്ടെന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ഒരു ഇത് കിട്ടിയിരുന്നത് നമ്മുടെ വീഡിയോ കളറായനെ. ഇത് നോക്കിയേ, പണ്ടത്തെ നമ്മുടെ പടത്തിൽ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഇതേപോലത്തെ സ്കൂൾ ബസ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. GMCയുടെ ബസ്സാട്ടോ ഇത്. എത്ര വർഷം പഴക്കമുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് സ്കൂളിൽ പഠിച്ച ഈ സ്കൂൾ ബസ്സിൽ പോയി കണ്ട പിള്ളേരൊക്കെ ഇപ്പോൾ വേറെ ലീഗിലെത്തിക്കണം അവരൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വുഡ് സ്റ്റവ് സെറ്റ് ചെയ്യണ്ടേ? Come on, let's start. അപ്പോൾ ഓൾറെഡി ഫ്രണ്ടിൽ നമുക്കൊരു ഹീറ്റർ നമ്മൾ ഓണാണ്, ആവശ്യത്തിനുണ്ട്. പക്ഷേ അതുണ്ടല്ലോ, കറക്റ്റ് പറഞ്ഞത് ഈ ഏരിയ വരെ അത്യാവശ്യം നല്ല ഹീറ്റ് ടെമ്പറേച്ചർ ഉണ്ട്. പക്ഷേ ഈ എൻഡിലേക്ക് ബെഡ് ഏരിയയിലേക്ക് അത്ര ഹീറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ വുഡ് സ്റ്റവ് സെറ്റ് ചെയ്തത് കേട്ടോ. നമുക്ക് നേരെ പോയി ഹോട്ട് ടബിൽ കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ നല്ല വാമാകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഫയർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോവാം. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അടിപൊളിയായിരിക്കും.
അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹോട്ട് ടബ് ഏരിയ. ഇനി ഇവിടെ നമ്മുടെ പൊളിയൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കും. ടെമ്പറേച്ചർ 105 ഫാരൻഹൈറ്റ്. It's very hot. പുറത്ത് നല്ല തണുപ്പായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇടയ്ക്ക് ഫയർ പിറ്റിൻ്റെ അടുത്തൊക്കെ വന്നു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ മൈ ഡിന്നർ ഈസ് റെഡി. ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ ആൻഡ് സം വെജീസ്. യെസ്, അപ്പോൾ നൈറ്റ് വാസ് പെർഫെക്റ്റ്. ദ ഫ്രീ ടു വാണ്ടർ ബസ്, അമേസിങ് ട്രിപ്പ്, ഒന്നും പറയാനില്ല, സൂപ്പർ ട്രിപ്പ്. ഐ കോൾ ദിസ് ബസ് എ മാജിക് ബസ്. എന്താ കാര്യമെന്ന് വെച്ചാൽ
ഒരു വൈൽഡ് ലൈഫ് എക്സ്പീരിയൻസ്. ഇതൊരു റിമോട്ട് ഏരിയ ആണ്. ഇതിപ്പോൾ മിച്ചലിലെ ഒരു റിമോട്ട് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രത്യേകതരം ഒരു വൈബ് ശരിക്കും അത് ഫീൽ ചെയ്താൽ. മോർണിംഗിൽ തന്നെ എഴുന്നേൽക്കുമ്പോൾ പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ഒരു റിവറിൽ കൂടി ഇങ്ങനെ ഗൂസുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. പിന്നെ ഞാൻ ഇന്നലെ ഒത്തിരി നടന്നായിരുന്നു അവിടെയും വരെയൊക്കെ. ആ ഒഴുക്കുള്ള ഭാഗങ്ങളിലൊക്കെ പോയിരിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫ്രഷ് ഫീലായിരുന്നു. പിന്നെ നമ്മുടെ റുട്ടീനിൽ നിന്നൊക്കെയുള്ള കംപ്ലീറ്റ് ഒരു ഡിസ്കണക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ട്രിപ്പ് അടിപൊളിയായിരിക്കും. ഈ ബസ് ട്രിപ്പ് ഒരു അടിപൊളിയായിരിക്കും. കംപ്ലീറ്റ്ലി പോയ ട്രിപ്പുകളിൽ വെച്ചിട്ടൊരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു കേട്ടോ. Back home to me, where rivers are running free, through valleys as far as the eye can see. I'll be waiting on you till you're in my arms, a place that you can call your home. Shelter from the storm, I'll keep you safe and warm. We'll hide out here for as long